ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കിയ പുതിയ തൊട്ടിൽ കെട്ടിയാണ്ടാട്ടോ ട്രെയിനിൽ പോണത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതായിട്ടാണ് ചുറ്റിണ്ടെങ്കിൽ പുറത്തുള്ള കാറ്റും വെളിച്ചും മണവും സ്മെല്ലും ഒന്നും കിട്ടൂല. നമ്മളെ ലോകമായിട്ട് ഇങ്ങനെ പോവാം. അപ്പുറത്തിരുന്നാണ്ട് ബംഗാളികളെ നാഷണൽ ഫുഡ് കുക്ക് ചെയ്യുന്ന ബായി എന്നോട് പറഞ്ഞു ഇന്ന വീഡിയോ എടുക്കല്ല, എന്റെ ഭാര്യ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സ് ആവും, എനിക്ക് ലാസ്റ്റ് വാണിയും കൂടി തന്നാന്ന്. ഞാൻ പറഞ്ഞു കേരളക്കാർ മാത്രമേ കാണുള്ളൂ, ഇന്ത്യക്കാരും കാണൂല. ഞാൻ തൊട്ടിലിട്ടാണ് സുഖമായിട്ട് കിടന്നുറങ്ങണേ കണ്ടാണ് ഇതവിടെ ഒരുത്തം ഭാര്യന്റെ സാരി ഉരിയാണ് നേരെ കെട്ടിയിരുന്നിട്ടുണ്ട്. ഓക്ക് ഇവന്റെ പാന്റും കുപ്പായും ഇടാൻ കൊടുത്തിട്ടുണ്ട്. എന്താ ബുദ്ധി. ട്രെയിനിൽ റേഞ്ച് ഇല്ലാന്ന് ഈ ബായിക്കാർ. എന്നിട്ട് അതോണം ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടുണ്ട്. പക്ഷെ ലൈവിൽ രണ്ടാൾക്കാർ കാണുന്നുണ്ട്. ഒന്നും അവന്റെ തന്തി, ഒന്നും അവന്റെ പെണ്ണുങ്ങളെ തോന്നുന്നുണ്ട്. ഈ വെല്ലിമനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഈ വെല്ലിമ ഇപ്പൊ ഇത്ര ലുക്ക് ഉണ്ടല്ലേ, അപ്പൊ പണ്ട് എങ്ങനെ ആവൂലേ, പണ്ടത്തെ സണ്ണിലുവാണോ തോന്നുന്നുണ്ടല്ലേ. അതിന്റെ അടുക്കാണ് ഞാൻ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കണ ഫോട്ടോ എന്നെ ഈ ചെങ്ങായി വരച്ചത്. ഇക്കല്ല സന്തോഷമായിട്ടാ. ഈ ചെങ്ങായി അണ്ടാ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ് വെറുപ്പിച്ചപ്പോഴേ ഞാൻ അവനോട് മസിലൊന്നും കാണിക്കാൻ പറഞ്ഞിട്ടോ. മസിൽ കാണിച്ചപ്പോഴേ നമ്മളെ നാട്ടിലത്തെ അബോക്കരൊക്കെ മീൻ വെക്കാൻ വരുമ്പോ മൂപ്പല കൈക്കലുണ്ടായാലും ഒരു പോപ്പി അയിമലൊക്കെ നെക്കിയ മാതിരി മസിലില്ലടോ, മണ്ടനാണ്. ട്രെയിനിൽ നിന്ന് വീണാണ്ട് യുവാവ് മരിച്ചു എന്നുള്ള ന്യൂസ് ഒക്കെ ഇല്ലേ. അത് സംഭവം എന്താ വെച്ചാൽ ഈ ട്രെയിനിന്റെ വാതിക്കൽ കർമ്മൂസൊക്കെ നട്ടമാതിരി ഇതേമാതിരി നിൽക്കും. അങ്ങനെ ആ വായിൽ വന്നാണ്ട് അടിയോ. അങ്ങനെയാണ് ഓരോരുത്തർ ചാവണത്. മനസ്സിലായ? ഞാൻ ഉള്ളോണ്ടോ കഴിച്ചില്ല. ഇന്ന് ട്രെയിനിന് പരിചയപ്പെട്ട ഇവനോട് ഞാൻ എന്റെ പെരേക്ക് എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞാണ്ട് ഉറപ്പൊക്കെ കൊടുത്തിട്ടാ. പിന്നെ ഡൽഹിയിലെ റൂമിലുള്ള AC കിടന്നപ്പോ എനിക്ക് മൂഡ് പോയി. പിന്നെ എന്നെ സ്നേഹം കൊണ്ട് വിളിച്ച് വെറുപ്പിച്ചപ്പോഴേ ഞാൻ അവനെ പോടെ ലൗഡാ ഗാണ്ടു മദർച്ചോർന്നൊക്കെ വിളിച്ചിട്ട്. അപ്പൊ എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ എങ്ങാനും ഡൽഹിയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നെ കൊല്ലുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ഓക്കേനാശിന് ഇപ്പൊ വധഭീഷണി ഉണ്ട് എന്നർത്ഥം. രാത്രി 1 മണിക്ക് മൂത്രയിക്കാൻ വേണ്ടി തൊട്ടിൽ നിന്ന് ഇറങ്ങപ്പോ കണ്ട കാഴ്ചട്ടോ. എന്താ ഇത് പോയേക്ക് ട്രാൻസ്ഫോമർ ഒന്നായിട്ട് മറിഞ്ഞിട്ട് ഷോക്ക് അടിച്ചാണ്ട് മീനുകളൊക്കെ പൊന്തിയാണ് ചത്തെടുക്കണമായിരുന്നില്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇവന്റെ ഉറക്കട്ടോ. ഇത് എന്താ നമ്മളെ അക്കോടത്തിലൊക്കെ ഉണ്ടാ ഞൗഞ്ഞിന്റെ മാതിരില്ലേ, നമ്മളെ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടാകുന്ന ശങ്കൊക്കെ ഇടുന്ന് ഉറങ്ങണ മാതിരി.